കൊല്ലം, ട്രിവാൻഡ്രം, കന്യാകുമാരി 4 days. ഇത് കൊള്ളാലോ. നമുക്കേ ഒരു ടൂർ പോയാലോ? ടൂറ് പോകാനോ? നമ്മളോ? വെറുതെ ഓരോന്ന് പറയും. നീ ഇതെങ്ങോട്ടാ? ഞാൻ തമാശ പറഞ്ഞല്ല, കാര്യം പറഞ്ഞതാ. എന്തായാലും കുറെ കാലമായില്ലേ നമ്മൾ ടൂറൊക്കെ പോയിട്ട്. കൊറേ കാലായില്ലേ ടൂറ് പോയിട്ടെന്നോ? നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ പോയതല്ലേ, അല്ലാണ്ട് കല്യാണം കണ്ട് ഇന്ന് വരെ എവിടേക്കെങ്കിലും നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ടോ? മനുഷ്യനെ കളിയാക്കാൻ വേണ്ടിട്ട് ടൂറ് പോവാ? നീ എന്താ ഇങ്ങനെ പറയുന്നത്? എടാ, കല്യാണം കഴിഞ്ഞ സമയം എന്ന് പറഞ്ഞാലും ഒരു പക്വത ഇല്ലാത്ത പ്രായമല്ലേ. പിന്നെ കുടുംബമായി, പ്രാരാബ്ദങ്ങളായി, അങ്ങനെ വേറെ കുറെ പ്രശ്നം. കുടുംബം നോക്കുന്നൊരു ഭർത്താവിന് എവിടെ കിട്ടാനാണ് സമയം അവരുടെയും കറങ്ങി നടക്കാൻ? പക്ഷെ ഈ ട്രിപ്പ്, ഇതിന് ഞാൻ നിന്നെ എന്തായാലും കൊണ്ടുവരും. നമ്മൾ ഉറപ്പായിട്ടും പോകും. നിങ്ങൾ തന്നെയാണോ ഈ പറയുന്നത്? എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം സിനിമയ്ക്ക് പോട്ടെ ചോദിച്ചാൽ പോലും വിടാത്ത ഒരാളാ. നിങ്ങൾ എങ്ങനെ മാറി? ഏതാ സ്ഥലം? ഇതിലിപ്പോ ഉള്ളത് കൊല്ലം, ട്രിവാൻഡ്രം, കന്യാകുമാരി. പക്ഷെ നമുക്ക് ഇങ്ങോട്ടൊന്നും പോണ്ട. നമുക്ക് നേരിട്ട് കന്യാകുമാരി പോവാം. ബാക്കി നമുക്ക് അവിടുന്ന് പ്ലാൻ ചെയ്യാം. കന്യാകുമാരി പോകണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. അവിടുത്തെ സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ നല്ല രസമല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത്. അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ നമുക്ക് അടുത്ത് ചെന്ന് കാണാൻ പറ്റില്ല. കുറച്ച് ഡേഞ്ചറസാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടവും പിടുത്തൊക്കെ ആയിട്ട് വലിയ പ്രശ്നമായിരിക്കും. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ദൂരെ മാറി കാണാം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഹോട്ടലില്ലേ, അതിന്റെ ജനലിൽ കൂടെ നോക്കിയാൽ മതി, അങ്ങനെയും കാണാൻ പറ്റും. ജനലിലൂടെ ഒളിഞ്ഞു നോക്കി കാണാനാണ് ഇവിടെ ഇരുന്ന് കണ്ടാ പോരെ. അവിടെ പോകേണ്ട കാര്യമുണ്ടോ? അവിടെ വേറെന്തൊക്കെയാണല്ലേ? അത് ശരിയാ. ഈ സൺസെറ്റും സൺറൈസും ഒക്കെ നമ്മുടെ തോട്ടത്ത് കരയിൽ കാണാൻ പറ്റും. പിന്നെ അവിടെ ശംഖുമുഖം ബീച്ച് ഉണ്ട്, അത് നല്ല രസമാണ്. എന്നാ പിന്നെ ബീച്ചിൽ പോവാ, അതാ നല്ലത്. വളരെ ഫേമസ് അല്ലേ, ഞാൻ കേട്ടിട്ടുണ്ട്. ഫേമസ് ഒക്കെയാണ്, പക്ഷെ ഭയങ്കര ഡേഞ്ചറസാണ്. നമ്മൾ രണ്ട് മാത്രമല്ലല്ലോ അങ്ങോട്ട് പോകുന്നത്, കുട്ടികളും കൂടെ അല്ലേ നമ്മുടെ കൂടെ. നമ്മൾ ആ ബീച്ചിൽ നിൽക്കുമ്പോഴേ, അതാണ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ബീച്ച്. കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ പുറം ഓടാൻ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ടാവില്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് കപ്പലണ്ടിയൊക്കെ വാങ്ങി അതും കുറിച്ചുകൊണ്ട് ദൂരത്ത് ഒരു 10 മിനിറ്റ് നോക്കി നിൽക്കാം, എന്നിട്ട് തിരിച്ചു വരാം. നല്ല രസമായിരിക്കും. 10 മിനിറ്റ് കപ്പലണ്ടിയും കുറച്ച് ദൂരെ മാറുന്ന ബീച്ച് കാണാനാണെങ്കിൽ അത്രയും ദൂരം പോകേണ്ട കാര്യമുണ്ടോ? ഇവിടെ നിന്ന് നല്ല പുഴയും നോക്കിക്കണ്ടാ പോലെ. വേറെന്താ ഉള്ളെ? ഇതാ ഞാൻ പറഞ്ഞേ, നിനക്ക് ഒന്നിലും താല്പര്യമില്ല, എന്നിട്ട് കുറ്റം മുഴുവൻ എൻ്റെ. ഞാൻ അവിടെ കൊണ്ടുവന്നില്ല, ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ല. പിന്നെ ആ അവിടെ വിവേകാനന്ദ പാറയുണ്ട്. എന്തായാലും എന്റർടൈൻമെന്റും എൻജോയ്മെന്റും ഒന്നും നടക്കില്ല. പിന്നെ വിവേകാനന്ദ പറയെങ്കിൽ അതിന്റെ മേലെയൊക്കെ കയറിയിട്ടേ ഒരു 1/2 മണിക്കൂർ കണ്ണടച്ചിരുന്ന് എനിക്കൊന്ന് മെഡിറ്റേഷൻ ചെയ്യണം. പിന്നെ നമ്മളെല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കാഴ്ചകളൊക്കെ കാണും. അതെങ്കിൽ അത് ഒരു യാത്ര കിട്ടിയില്ലേ. ഏയ്, അത് നടക്കൊന്നുമില്ല. എടി, നീ വിചാരിച്ച പോലെ ഈ വിവേകാനന്ദ പാറയില്ലേ, അത് റോഡ് സൈഡിലൊന്നുമല്ല, അത് വെള്ളത്തിന്റെ ഉള്ളിലാ. അങ്ങോട്ട് വേണം ഈ വെള്ളം ക്രോസ് ചെയ്തിട്ട് പോകണം. പിന്നെ ഇങ്ങനെ അവിടെ ചെന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാനേ ബെസ്റ്റ് നമ്മളുടെ വീടാണ്. അതിന് നീ ഒരു 4-4:30 എഴുന്നേറ്റ് മേലെ ചെന്ന് ടെറസിൽ ഇരുന്നാൽ മതി. നിനക്ക് നല്ല ഫ്രഷ് എയറും കിട്ടും, സുഖമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ നീ പറഞ്ഞ ശരിയാ, ഒരു നല്ല അടിപൊളി യാത്ര കിട്ടും നമുക്ക്. ട്രിപ്പോ? ഞാൻ എത്ര ദിവസമായി അമ്മേനോട് പറയാൻ ട്രിപ്പ് പോകണം. എങ്ങോട്ടാ? നമ്മുടെ ടെറസിന്റെ മുകളിൽ ഒരു കന്യാകുമാരി ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാ. ടെറസിന്റെ മുകളിൽ ട്രിപ്പോ അച്ഛാ? അമ്മ പറഞ്ഞ കാര്യമൊക്കെ വേണ്ട. എന്തായാലും ഇപ്പൊ വെക്കേഷൻ അല്ലേ, നമ്മളൊരു അടിപൊളി ട്രിപ്പ് പോയിരിക്കും. റെഡി ആയിക്കോ. യെസ്. നീ എന്താ ഇങ്ങനെ? നിന്റെ മോന്റെ മുന്നിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? ഒരു ട്രിപ്പൊക്കെ പോവാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുന്ന കാര്യമല്ലേ. പോരാത്തിന് അവന് വെക്കേഷനാവും. ഇനിയിപ്പോ കന്യാകുമാരി പോകുന്ന നിനക്ക് പിടിക്കില്ലെങ്കിലേ നമുക്ക് ഊട്ടിക്ക് പോവാ. എന്നാ നമുക്ക് ഊട്ടി പോവാ, എനിക്ക് ഇഷ്ടാ. ആണോ? ആ, എന്നാ പിന്നെ നമുക്ക് ഊട്ടി തന്നെ ഫിക്സ് ചെയ്യാം, അല്ലടാ? ആ, മോനെ, ഊട്ടി പോണോ കൊടൈക്കനാല് പോണോന്നേ ആദ്യം അച്ഛനൊന്ന് തീരുമാനിക്കട്ടെ, എന്നിട്ട് മോനോട് പറയാം കേട്ടോ. എന്നിട്ടൊക്കെ റെഡിയായാൽ മതി. അല്ലെങ്കിലേ എല്ലാം തീരുമാനിച്ച അവസാനം പോകുന്നില്ല എന്ന് പറഞ്ഞാലേ അതിന്റെ വിഷമോ. കേക്കൂട്ടാ, അച്ഛനും അമ്മയും കൂടെ ഈ ട്രിപ്പ് ഒന്ന് ആദ്യം തീരുമാനിച്ച് പ്ലാൻ ചെയ്യട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. എന്തെങ്കിലും ഡ്രസ് ഒക്കെ റെഡി ആയിക്കോ. പോയിക്കോ.
വെറുതെ കുഞ്ഞിനെ ഓരോന്നോരോന്ന് മോഹിപ്പിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ അർജുനനെ എന്തിനെങ്കിലും തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. ഇതുവരെ നിങ്ങൾ എവിടെയും കൊണ്ടുപോയിട്ടില്ല, ആ സത്യമാണ്. ഇപ്രാവശ്യം കൊണ്ടുപോകാൻ വേണ്ടി തന്നെ പറഞ്ഞു. ഉറപ്പായിട്ട് നമ്മൾ പോകും. ഓ ആയിക്കോട്ടെ. ഊട്ടിയിൽ പോയിട്ട് എന്താ പരിപാടി? ആദ്യം അത് പറ, എന്നിട്ടേ വരുന്നുള്ളൂ. ഊട്ടി പോയിട്ട് എന്ത് പരിപാടി? ഊട്ടി മൊത്തം ഒന്ന് കറങ്ങണം, അത്ര തന്നെ. ഇനി വാക്ക് മാറ്റിലാണല്ലേ? ഇല്ലാന്ന് ഉറപ്പായിട്ട് മാറ്റില്ല. അങ്ങനെയാണെങ്കിലേ കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഈ കിലുക്കൻ സിനിമയില് രേവതി ഒരു ട്രെയിനിലൊക്കെ ഇങ്ങനെ ചാടി കയറുന്നില്ലേ? അതുപോലത്തെ ട്രെയിനൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ ട്രെയിനിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കറങ്ങണം. മോനും സന്തോഷാവും. എന്റെ പൊന്നു മോളെ, അതൊക്കെ കാട് പിടിച്ചടക്കായിരിക്കും. ഇവിടെ തന്നെ പാമ്പിള്ളാറെ നമുക്കൊന്നും വരെ കിടക്കാനും നിൽക്കാനും പറ്റുന്നില്ല. അതിന്റെ ഇടയ്ക്കാണ് പാമ്പിന്റെ മാളത്തിലേക്ക് തല വെച്ച് കൊടുക്കാൻ പോകുന്നത്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടി എനിക്ക് പറ്റൊന്നുമില്ല. നമ്മൾ പോകും, പക്ഷെ ട്രെയിനിലൊന്നും കയറില്ല. ഒരുമാതിരി തന്ത വൈബ്, പണ്ടത്തെ ഓൾഡ് ഔട്ട് ഓഫ് ഫാഷൻ, അതൊക്കെ അത് നമുക്ക് വേണ്ട. നമ്മൾ പോന്നു, നമ്മൾ പ്ലാൻ ചെയ്തു പോലെ കറങ്ങിയിട്ട് തിരിച്ചു വരുന്നു. പിന്നെന്താ അവിടെ ഉള്ളേ? ആ, ഊട്ടിയിലെ ഫ്ലവർ ഷോ വളരെ ഫേമസ് അല്ലേ? അത് നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, നീയൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? 2-3 റോസും കുറച്ച് ഡാലിയ ഫ്ലവറും കാണാൻ വേണ്ടി നമ്മൾ ഊട്ടി വരെ പോകേണ്ട വല്ല കാര്യമുണ്ടോ? പോകുന്ന വഴിക്ക് ഈ വയനാട് അമ്പലവയൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ ഇങ്ങനെ എത്തി നോക്കിയാൽ മതി. അതൊക്കെ അത്രേ കാണാനുള്ളൂ. ഇതിനൊന്നായിട്ട് നമുക്ക് സമയം കളയാനില്ല. ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ? ട്രെയിനും ഇല്ല, ഫ്ലവർ ഷോയും ഇല്ല, പിന്നെ എന്ത് കാണാനാ ഊട്ടി പോകുന്നത്? ഇത്രയും ദൂരം അങ്ങോട്ട് കൊണ്ട് വല്ല കാര്യമുണ്ടോ? നിനക്ക് സത്യം പറഞ്ഞ ലോകപരിചയം ഒട്ടുമില്ലല്ലേ? എടീ, അവിടെ ചെന്നാലേ ഇഷ്ടംപോലെ കുന്നും മലകളും താഴ്വാരങ്ങളൊക്കെ ഉണ്ട്. അത് കൂടെ നമുക്ക് ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം. അതിനു വേണ്ടിയല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ആ, ഞാൻ വിചാരിച്ച പോലെ അല്ല. അപ്പൊ നിങ്ങൾ കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആണ്. നല്ല തണുപ്പുള്ള പ്രഭാതം, പിന്നെ രാത്രി, ഈ 2 സമയങ്ങളിലും നല്ല മഞ്ഞായിരിക്കും. ആ മഞ്ഞത്തെ ഇതെല്ലാം ആസ്വദിച്ച് നമ്മൾ എങ്ങനെ നടക്കും. നല്ല രസമായിരിക്കും. 2-3 ദിവസം നിന്നിട്ട് വന്നാൽ മതി. ഓ, അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ? ഈ തണുപ്പിന്റെ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയി. തണുപ്പത്തെ മക്കളെയും കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവർക്ക് പനിയാവും. അപ്പൊ പിന്നെ താഴ്വരകളിലൂടെയുള്ള നടത്തിയല്ലേ, അത് ക്യാൻസൽ ചെയ്യേണ്ട വരും. പിന്നെ എന്തിനാ ഇത്രയും തിരക്കിട്ട് പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്? അതിനേക്കാൾ നല്ല ഇവിടെ തന്നെ ഇരിക്കുന്നതാ. ഒരു യാത്ര കിട്ടില്ലേ? യാത്ര എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളൊന്ന് പോയിക്കേ, എനിക്ക് വേറെ പണിയുണ്ട്. മക്കൾക്ക് വിശന്നിട്ടാണ് ഇങ്ങോട്ട് വരും, അതെങ്കിലും നടക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് ഒന്നിനും താല്പര്യമില്ല. മനുഷ്യൻ ഫാമിലി ആയിട്ട് ടൂർ പോകാന്ന് വിചാരിച്ച ഇപ്പതാ നീ കാരണം അതും കോളായി. അമ്മ നമുക്ക് ഈ റൈഡിൽ കയറാം. ഇതിലെല്ലാത്തിലും കയറാൻ പറ്റും കേട്ടോ. അതൊക്കെ സേഫാ, ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ പോകാൻ പോണ സ്ഥലങ്ങൾ ഇതൊക്കെയാണേ. അവിടെ എത്തുമ്പോഴില്ലേ പറഞ്ഞ അനുസരിച്ച് കൂടെ നിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്യും കേട്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് ആദ്യം പോകുന്നത്. പിന്നെ മെട്രോയിൽ കയറും. മെട്രോയിൽ കയറിയില്ലല്ലോ? ആ, അതിനുശേഷം നമ്മൾ ബീച്ച് കളിക്കും. ബീച്ച് കളിച്ചിട്ടില്ലല്ലോ? ഇല്ല. പിന്നെ ഇതാ ബീച്ചിലേക്ക് വരെ ഡ്രസ്സ് കണ്ടുപിടിക്കണം. വെച്ചതാ? അയ്യടാ, സന്തോഷായോ കുട്ടിക്ക്? ആ, പിന്നെ നമ്മൾ ഈ ട്രെയിനിൽ കയറും കേട്ടോ. എന്താ ഇതില് കണ്ടോ? ഇത് റൈഡിങ്ങിനുള്ള ഡ്രസ് ഉണ്ടോ കയ്യില്? വെരി ഗുഡ്, നല്ല കുട്ടി കേട്ടോ. ഇതൊക്കെയുണ്ട്. അപ്പൊ അമ്മ അർപ്പിത്തിനെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ വിളിക്കാം. എന്തിന്? അതിനേത് ഡ്രസ്സൊക്കെ എടുക്കുന്നു നോക്കാൻ വേണ്ടി. ആണോ? ഞാൻ വിളിച്ചു തരാലോ. സംസാരിച്ച അവന്റെ അമ്മയാണ്. ഹലോ, അർപ്പിതോടെയാ? പഠിക്കാന്ന്. ഹലോ, അത് എന്താന്നറിയോ? ഏതൊക്കെ ഡ്രസ്സാണ് എടുക്കാന്ന് ചോദിക്കുക. ഇവിടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എന്നാലും അവനേതൊക്കെ എടുക്കാന്ന് അറിയാൻ വേണ്ടിട്ടേ ഭയങ്കര ത്രില്ലില്ല ആണ്. ഇവന്റെ കഴിഞ്ഞു. ആയിക്കോട്ടെ, വിളിക്കൂ. ശരി. എന്നാ ശരി ശരി. പിന്നെ രേഷ്മയും ദീപ്തിയൊക്കെ വിളിച്ചില്ലേ? ഓക്കെ എന്നാലേ. അവരെ ഷോപ്പിങ്ങിന് പോകുന്നേ ഉള്ളൂ ഉണ്ടോ. എന്നിട്ട് അർപ്പിത വിളിക്കും വൈകുന്നേരം. ശ്വേത വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂമൊക്കെ ബുക്ക് ചെയ്തു. 4 ബെഡിന്റെ 2 റൂമാ ബുക്ക് ചെയ്ത്. മക്കൾക്കും കൂടി. പിള്ളേർക്ക് രസമായിരിക്കും, ആദ്യമായിട്ടല്ലേ ഇത്. ശരണ്യ വരുന്നില്ല എന്ന് പറഞ്ഞതാ.
അവളെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നൊക്കെയാ പറഞ്ഞത്. പിന്നെ മൂപ്പര് പറഞ്ഞു ഇനി ജൂലൈയിലേ എത്തുമെന്ന്. അപ്പൊ പിന്നെ മകൾക്ക് ഒരു രസം വേണ്ടേ. അതുകൊണ്ട് അവളും വരുന്നുണ്ട്. ആ ഇവിടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ആ ദീപ്തിയും വിളിച്ചു. അവളുടെയും അവളെ ഇന്ന് ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞു. മോൻ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുക. ആയിക്കോട്ടെ. ഞാൻ വിളിക്കാട്ടോ. ആ എന്താടി പാക്കിങ്ങിന്റെ കാര്യമൊക്കെ പറയുന്നത്? ഊട്ടിക്ക് അനിയന്മാരിക്കൊക്കെ നിങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞത്. ഞാൻ നാട്ടുകാരെ മൊത്തമല്ല, എല്ലാരും വിളിച്ചു കൂട്ടാൻ നിൽക്കണ്ട. അതിനാര് ഊട്ടിക്കും കന്യാകുമാരിക്കൊക്കെ പോകുന്നത്? ഞങ്ങള് പോകുന്നത് വേറെ കുറച്ച് സ്ഥലങ്ങളിലേക്കാ. ഞങ്ങള്? ഏത് ഞങ്ങള്? ഞങ്ങളെന്ന് പറഞ്ഞാ ഞാനും മോനും മോന്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ അവരൊക്കെ അമ്മമാരും. ഞങ്ങൾ 6 പേരുണ്ട്. വെക്കേഷൻ അല്ലേ, എവിടെയെങ്കിലും കൊണ്ടുപോണ്ടേ പിള്ളേരെ. അതുകൊണ്ട് അടിച്ചു പൊളിച്ചിട്ട് വരാന്ന് തീരുമാനിച്ചു. എടി ഞാനല്ലേ നിന്നെ കൂട്ടിക്കൊണ്ടാന്ന് പറഞ്ഞത് ഊട്ടിക്കോ കന്യാകുമാരിക്കൊക്കെ? പിന്നെ നിന്റെ ഫ്രണ്ട്സിനോട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? എടി അവരുടെ ഹസ്ബൻഡ്സിനൊന്നും സമയം ഉണ്ടാവില്ല അവരെ കൂട്ടിയിട്ട് എവിടേക്കെങ്കിലും പോവാൻ. അതുകൊണ്ടായിരിക്കും അവരൊരു ഗ്രൂപ്പായിട്ട് പോവാൻ നിൽക്കുന്നത്. അതിന്റെ കൂടെ നീ ജോയിൻ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ കൊണ്ടുപോവില്ല നിന്നെ. ആണായിട്ട് ഞാൻ വിടില്ലേ. അതെ, ഈ തന്ത വൈബിളെ കെട്ടിയവന്മാരൊപ്പം ടൂർ പോവാൻ തന്നെ നല്ലത്. നിങ്ങൾക്കൊക്കെ സമയം ഉണ്ടായിട്ടും കൂടെ വന്നിട്ടൊക്കെ എന്ത് കാര്യമാണുള്ളത്? അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുത്, അവിടെ നിൽക്കരുത്, ഇവിടെ നടക്കരുത്, അങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ കപ്പലണ്ടിയും കുറിച്ചിട്ട് ദൂരെ ഒന്ന് തിരമാല കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതിനേക്കാൾ നല്ല വീട്ടിലിരിക്കുന്നതല്ലേ. ഇത് ജനലിലൂടെ ഒളിഞ്ഞു നോക്കണം സൂര്യോദയം സൂര്യാസ്തമനം കാണണമെങ്കിൽ. ഞങ്ങൾ പോകുന്നതൊക്കെ ഏകദേശം ഒരുപോലെ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ടീമിന്റെ ഒപ്പമാണ്. പിന്നെ കുട്ടികളല്ലേ, കുട്ടികൾക്ക് അടിച്ചു പൊളിച്ച് നടക്കണ്ടേ. പിന്നെ അവരുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. തന്തവൈബ് എനിക്കോ? നീ എന്താടി പറയുന്നത്? വെറുതെ വീട്ടിൽ നിന്നോട് ടൂർ പോവാന്ന് പറഞ്ഞ ഞാൻ, ടൂർ കൊണ്ടുപോവാന്ന് പറഞ്ഞത് ഞാൻ, അവിടെ ചെന്നിട്ട് കുറെ സ്ഥലങ്ങൾ കറങ്ങാന്ന് പറഞ്ഞ ഞാൻ, അത് കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരാന്ന് പറഞ്ഞ ഞാൻ. എന്നിട്ട് അവസാനം എനിക്ക് തന്തവൈബ്. പിന്നെ അല്ലാതെ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിലേ എവിടെയെങ്കിലും പോയി കൈയും കെട്ടി ഇങ്ങനെ അങ്ങോട്ട് നിൽക്കേണ്ടി വരും സ്റ്റാച്യൂവിനെ പോലെ. അത് 5-10 മിനിറ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ പറയും വാ പോവാ അടുത്ത സ്ഥലത്തേക്ക്. അപ്പൊ നിങ്ങളുടെ പുറകെ ഞങ്ങൾ ഇങ്ങനെ വരണം. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ടൂർ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെയാണ് തന്തവൈബ് എന്ന് പറയുന്നത്. ഒന്നും എൻജോയ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരാള്. ഇത്രയും കാലമായിട്ട് നിങ്ങൾ എന്നെയും മോനും എവിടെയും ടൂർ കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷകളും ഇല്ലായിരുന്നു. വെക്കേഷനായിട്ട് കുട്ടികളൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെന്ന് അറിയാം. വെറുതെ കളിച്ചു നടന്ന കുഞ്ഞിന്റെ മനസ്സിലെ ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ കുത്തി കാഴ്ചതല്ലേ. അതുകൊണ്ടേ ഈ ടൂർ എന്തായാലും ഞങ്ങൾ പോകും. പക്ഷെ നിങ്ങളുടെ കൂടെ വന്നിട്ട് വെറുതെ അവിടെ ഇവിടെ വായി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളോട് വന്നോ. പക്ഷെ ഞങ്ങളെ പോലെ എൻജോയ് ചെയ്യാൻ അറിയണം, അത്രേ ഉള്ളൂ. തന്തവൈബ് എനിക്ക്, അതുകൊണ്ട് അവര് വേറെ ടൂർ പോവാന്ന്.